തലശ്ശേരി അതിരൂപതയിലെ അതിപുരാതന ദേവാലയമായ നെല്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറാന പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം 26 രാവിലെ 10:30 നെല്ലിക്കാമ്പൊയിൽ പള്ളിയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നെല്ലിക്കാമ്പൊയിൽ ഇടവക ആത്മീയമായും ഭൗതികമായും ഏറെ മുന്നേറിക്കഴിഞ്ഞു. 18 ഇടവകകളുള്ള ഏറ്റവും വലിയ ഫൊറോന ആയിരുന്നതിനാൽ വിശ്വാസികളുടെ സൗകര്യാർത്ഥം 2022 ഡിസംബർ 31 വിഭജിച്ച് മണിക്കടവ് ഫൊറോന കൂടി രൂപീകൃതമായി. ഇന്ന് ഇരിട്ടി, ഉളിക്കൽ, വിളമന, പടിയൂർ, കല്ലുവയൽ, തേർമല, തിരൂർ, പുറവയൽ, അറബി എന്നീ ഇടവകകളാണ് നെല്ലിക്കാമ്പൊയിൽ ഫൊറോനയിലുള്ളത്. ഇരിട്ടി മുനിസിപ്പാലിറ്റി, പടിയൂർ, പായം, ഉളിക്കൽ പഞ്ചായത്തുകളിലായിട്ടാണ് ഈ ഫൊറോനയിൽ ദൈവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 2013 ഏപ്രിൽ 11 ആശീർവാദ കർമ്മം നടത്തിയ പുതുക്കിപ്പണിത ഈ ദേവാലയത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു. അതിരൂപതയിലെ അതിപുരാതന ദേവാലയമായ നെല്ലിക്കാമ്പൊയിൽ ഇടവക വരുന്ന ഞായറാഴ്ച 26-ാം തീയതി 10:30 തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 1948 സ്ഥാപിതമായ ഈ ദേവാലയം നാനാജാതി മതസ്ഥരുടെയും അഭയകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയായത് ആദ്യകാല കുടിയേറ്റ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏക ദേവാലയമായിരുന്നു ഇത്. നെല്ലിക്കാമ്പൊയിൽ, ഇരിട്ടി, ഉളിക്കൽ പ്രദേശത്തെ കുടിയേറ്റ ജനത ആരാധനയ്ക്കായി കണ്ടെത്തിയ ദേവാലയം നെല്ലിക്കാമ്പൊയിലായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി നടന്നത്. പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോൾ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഈ ദേവാലയം ഉയർത്തപ്പെടുന്നത് ദൈവനിശ്ചയമായിട്ടാണ് ഇടവക ജന കാണുന്നത്. ഇരിട്ടി ഉളിക്കൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ ദേവാലയം ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇതിലെ കടന്നു പോകുന്ന നാനാജാതി മതസ്ഥർക്കും അഭയകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശബരിമല സീസണിൽ ഇതിലെ കടന്നു പോകുന്ന തീർത്ഥാടകരായിട്ടുള്ള ഭക്തർ ഇവിടെ വണ്ടി നിർത്തുകയും അതിനുശേഷം അവർ നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് കടന്നു പോകുന്നത്. ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഈ പ്രഖ്യാപനത്തിലൂടെ അതിനെ വരവേൽക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ഇടവക ജനങ്ങൾ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടിയാണ് കാത്തിരിക്കുന്നത്. ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഇത് ഉയർത്തുന്നതിലൂടെ തലശ്ശേരി അതിരൂപതയുടെ പൊതുവായിട്ടുള്ള ഒരു ദേവാലയം ആരാധന കേന്ദ്രമായിട്ട് നെല്ലിക്കാമ്പൊയിൽ ഇടവക മാറുകയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനതകൾക്കും ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഇതിലൂടെ നൽകുകയുമാണ് ചെയ്യുന്നത്. ഇത് ഈ പ്രദേശത്തിന് ആത്മീയ ഉണർവിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിച്ചതിന് ശേഷം ഈ ഒരു ദേവാലയത്തിന് ഇങ്ങനത്തെ ഒരു പദവി ലഭിക്കുന്നത് തീർച്ചയായിട്ടും ദേവാലയത്തിനൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒത്തിരി ഒരു ചരിത്രം മറഞ്ഞു കിടക്കുന്ന ദേവാലയമാണല്ലോ നെല്ലിക്കാമ്പൊയിൽ. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ കാലയളവിൽ തന്നെ ഒത്തിരി മനുഷ്യർ രാത്രിയാണേലും പകലാണേലും ഒക്കെയും വണ്ടി നിർത്തി റോഡിനോട് ചേർന്ന് തന്നെ ഉള്ള ദേവാലയമായതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി ഒത്തിരി മനുഷ്യർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടത് തിരുനാളിന് കഴുന്നെടുക്കാൻ വേണ്ടി അത് ഒത്തിരി വിവിധ മതങ്ങളായിട്ടുള്ളവർ എല്ലാവരും തന്നെ വരുന്നതാണ്. അത് നമ്മുടെ ഒരു നാടിൻ്റെ പ്രത്യേകത കൂടിയാണ്. എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ നാടിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നന്മയുള്ള ഈ ഒരു സ്ഥലത്തിന്, പാരമ്പര്യമുള്ള ഈ ഒരു സ്ഥലത്തിന് ഇങ്ങനത്തെ ഒരു ദൈവാനുഗ്രഹം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ആ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഇടവകയെ നയിക്കുന്നത് ഇൻഫാമിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ഫാദർ ജോസഫ് കാപ്പനാടിയും അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കൊന്നയിലുമാണ്. പാരിഷ് കൗൺസിലിനോട് ചേർന്ന പുതിയ പദവി തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഞായറാഴ്ചയിലെ പ്രധാന തിരുനാൾ ദിനത്തിനു വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ് ഇടവക സമൂഹം. ഈ പ്രദേശത്തെ ആദ്യ ദേവാലയം എന്നുള്ള നിലയിൽ നെല്ലിക്കാമ്പൊയിൽ പള്ളി സ്ഥാപിതമായ കാലഘട്ടം കുടിയേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അന്ന് ഇവിടെ ആതുര ശുശ്രൂഷ രംഗത്ത് ആശുപത്രികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ഡോക്ടർമാരോ ഒന്നുമില്ലാത്തൊരു കാലമാണ്. അന്ന് വിശുദ്ധനോടുള്ള ആരാധനയും ഭക്തിയും വിശ്വാസവും രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം നൽകുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോഴും എല്ലാ തിരുനാൾ ദിനങ്ങളിലും വിശുദ്ധനോടുള്ള ഭക്തി സൂചകമായിട്ടും ആദര സൂചകമായിട്ടും കഴുന്നെടുക്കലും അതുപോലെ തന്നെ നേർച്ചയിടലും ഒക്കെ ആയിട്ട് എല്ലാ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിംസുമായിട്ടുള്ള സഹോദരങ്ങളും ധാരാളമായി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ആ നിലയിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു വിശ്വാസ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് നെല്ലിക്കാമ്പൊയിൽ പള്ളി. അതുകൊണ്ട് തന്നെ ഇത് ഈ വിശുദ്ധിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പടവ് കൂടെ ചവിട്ടുമ്പോൾ തീർച്ചയായും വളരെ അതിന് മഹാത്മ്യമുണ്ട്. പാരമ്പര്യത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഈ ഒരു പദവിയെ കാണുന്നത്. ഇതിൻ്റെ ഭൗതിക പശ്ചാത്തലങ്ങളും ഇതിൻ്റെ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളുമെല്ലാം
അത്തരത്തിൽ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. 2 വർഷം കൊണ്ട് നെല്ലിക്കാമ്പയിൽ പള്ളിയുടെ ഇവിടെ പള്ളിമുറി അടക്കം പള്ളി അടക്കം അതിൻ്റെ ചുറ്റുപാടടക്കം എല്ലാം ഒരു ആധ്യാത്മികമായ ഒരു ഉയർത്തണിയിൽ സാധ്യമാകുന്ന വിധത്തിൽ വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കാൻ ഈ 2 വർഷക്കാലം കൊണ്ട് ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കൊച്ചന്മാരും എല്ലാം നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അന്നൊന്നും ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിലെങ്കിലും അതെല്ലാം ഇതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിന് വികാരത്തിനോടുള്ള ഒരു കടപ്പാട് നന്ദിയും കൂടെ ഒരു ഇടവക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കാൻ അവസരം ഉപയോഗിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് കാവനാടി, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ തോമസ് കൊന്നയിൽ, ഇടവക കോർഡിനേറ്റർ ടോമി വെട്ടിക്കാട്ട്, ട്രസ്റ്റിമാരായ ജൻസൺ തട്ടാപ്പറമ്പിൽ, റൂമാൻ കിഴക്കേത്തയ്യിൽ, റോയി പുതിയകുളങ്ങര, ഗർവാസിസ് വലിയകുളത്തിൽ, പാസ്റ്ററൽ കൗൺസിൽ മെമ്പർ ബേബി തോലാനി, സെക്രട്ടറിമാരായ വിനോദ് പാറപ്പുറം, തോമസ് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. ഈ കുടിയേറ്റക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ രൂപീകൃതമായ ദേവാലയമാണ് നെല്ലിക്കാമ്പൊയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ദേവാലയമാണിത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ ബിഷപ്പ് വള്ളോപ്പള്ളി പിതാവ് ഈ തലശ്ശേരി അതിരൂപതയിൽ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി സന്ദർശിച്ച ഒരു ദേവാലയമാണ് നെല്ലിക്കാമ്പൊയിൽ. ആ ഒരു ഖ്യാതി ഇന്നുമുണ്ട്. വള്ളോപ്പള്ളി പിതാവിൻ്റെ കരുതലും ആ ഒരു സ്നേഹവുമാണ് നെല്ലിക്കാമ്പൊയിലിൻ്റെ ആദ്യകാലഘട്ടത്തിലെ വളർച്ചയ്ക്കുള്ള കാരണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ നെല്ലിക്കാമ്പൊയിൽ ദേവാലയമാണ് ഉളിക്കൽ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണമെന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ രൂപീകൃതമാകുന്നതിലും നമ്മളുടെ ഉളിക്കൽ ഇരിട്ടി റോഡിൻ്റെ നിർമ്മാണത്തിലും ക്ഷീര സഹകരണ സംഘത്തിൻ്റെ രൂപീകൃതമാകുന്നതിലുമെല്ലാം പ്രധാന പങ്ക് വഹിച്ചത് ഈ നെല്ലിക്കാമ്പൊയിൽ പള്ളിയും ഇവിടെ സേവനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുമാണ്. ഒത്തിരിയേറെ മുൻ വൈദികര് മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരെ തെളിച്ചു തന്ന ആ ഒരു ദീപം ഇന്നും അണയാതെ സൂക്ഷിക്കാൻ, ആ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ ഈ ദേവാലയത്തിലും ഇവിടുത്തെ ഇടവക ജനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പ്ലാറ്റിനം ജൂബിലി നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം ഒരു വർഷം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷമായപ്പോഴാണ് ഈ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് നമ്മൾ ഉയരുന്നത്. അതോടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും ഈ ഇടവക ദേവാലയം സന്ദർശിക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്നുണ്ട്. സഭയുടെ നിയമം അനുസരിച്ച് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഇവിടുന്ന് കടന്നു പോകുന്നവർക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കും. അതോടൊപ്പം തന്നെ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഇനിയിപ്പോൾ ഈ ദേവാലയം എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എപ്പോഴും കടന്നു വരാനും അച്ഛന്മാരെ സമീപിച്ചുകൊണ്ട് ആത്മീയമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനുള്ള ഒരവസരമാണ് ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന് ദൈവം നൽകിയ ഒരു സമ്മാനമാണ് ഈ ആർക്കി എപ്പിസ്കോപ്പൽ പദവി എന്ന് ഞങ്ങൾ കരുതുകയാണ്. സഭ മഹാജൂബിലി ആഘോഷിക്കുക ഈ വർഷം. അതോടൊപ്പം തന്നെ തലശ്ശേരി അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുക. ആ ഒരു വേളയിലാണ് ഈ നെല്ലിക്കാമ്പൽ പ്രദേശത്തിന്, ഇരിട്ടി ഉളിക്കൽ പ്രദേശത്തിന് ഈ ഒരു വലിയ സമ്മാനം ദൈവം നൽകിയത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ വളരാനും ആത്മീയമായും ഭൗതികമായും വളരാനും ഒക്കെയുള്ള ഒരവസരമായി ഞങ്ങളിതിനെ കണക്കാക്കുന്നു. ദൈവത്തെ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey. Smile. How's it? This is fine. വീട് റെഡി. ആഹാ. എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.